ഹലോ. ഞാനാണ് കോയാക്കാണ്. ഇയാതാ മറ്റാ കുമാരൻ വരുമ്പോ ഈ ഒരു 2 കൊട്ട ചാണകം കൂടെ കൊടുത്താളാ കേട്ടോ. എന്താ ചിരിക്കുന്നത്? എന്താ ചാണകം? അല്ല അത് ഇവിടെ ലോലിതൻ ചിരിക്കാണ് ചാണകം എന്ന് കേട്ടപ്പോ. ഓനിക്ക് പരിചയമില്ലാത്തൊരു സാധനമാണല്ലോ. കായ് മേടിക്കും. പിന്നെ കായ് മേടിക്കണോ? വെറുതെ തരുമോ ബസു? നല്ല പുല്ലും മയക്കോളും കൊടുത്താലാണ് ചാണകം കിട്ടുന്നത്. കായ് മേടിക്കണം. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഇന്നൊരു ഉച്ച സമയത്ത് വന്നിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാറില്ലേ? ഞാനങ്ങനെ ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ വന്ന ദിവസങ്ങളൊന്നും സാർ ഈ കസേരയിൽ ഇല്ലായിരുന്നു. ശരി. ഇങ്ങട് മറുപടി നല്ല ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അതെ. ഞാൻ ഉച്ചമര ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉച്ചക്ക് ശേഷം 3 മണിക്ക് പശുവിനെ കറക്കാൻ താൻ പോവോ? എന്റെ പേരക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടാ താൻ പോവോ? അപ്പൊ അത് വേണ്ട. അതുകൊട്ടെ, ആ വക കാര്യങ്ങളുമല്ല. ഇത് ഇന്നിപ്പോ വൈകി എന്താണ് സാറേ? ഞാൻ നേരത്തെ വീട്ടിൽ പറയണ്ട. ഇങ്ങട് താ ഒന്നും പറയാൻ നിൽക്കണ്ട. താൻ പറയാൻ പോണ ഒക്കെ അറിയാം. താൻ ആ വീട്ടിൽ നിന്ന് നേരം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ 10 മണിക്കുള്ള ബസ് പെട്ടെന്ന് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് മടങ്ങി വരുന്ന നേരത്ത് തൻ്റെ കുടുംബത്തിൽ താരോ മരണപ്പെട്ട് ഈ ജാതി വർത്താനം തന്നെ ഇപ്പം ഇങ്ങോട്ട് പറയാൻ പോണോ? സാറേ സത്യം അതല്ല. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഇടിയോടുകൂടി ഒരു മഴ. പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള കടയിൽ കയറിയെന്ന് സംഭവിച്ചു. ഞാൻ കുട എടുക്കാൻ മറന്നുപോയി. അതാ. ഇത് പുതിയത് ഞാൻ കേട്ടിട്ടില്ല. അല്ല ഇത് പുതിയതാണ്. ഇപ്പോൾ തരക്കടില്ല. അത് തരക്ക. അപ്പൊ താൻ സൈൻ ചെയ്തോ. അതെ, ഇതിപ്പോ ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു പുതിയൊരു സാധനം. അത് ഉണ്ടാക്കണമല്ലോ, അത് സമ്മതിക്കണം. അല്ല ഞാനത് അപ്രിസിയേറ്റ് ചെയ്തു. ഇതാ ചെയ്തോ, ഈ സൈൻ ചെയ്തോ. നനഞ്ഞ ജലദോഷം വരും. ഞാൻ കടയിൽ അവിടെ കയറി നിന്നത്. ശരി, നന്നായി. പുതിയത് നാളെ പറയരുത് കേട്ടോ. അതിപ്പോ എന്ന് പറഞ്ഞാൽ ഓനെ മഴ ഇടിവെട്ടി മഴ പെയ്ത്. അപ്പൊ അങ്ങനെ ഉണ്ടായി. മഴ പെയ്ത് ഇടിവെട്ടി. അതേടോ സാറേ, ഇതെടുത്ത് അകത്ത് വെക്കണ്ട. കാരണം ഇനിയും ഒരുപാട് പേര് വരാൻ. അല്ല അത് വന്നോട്ടെ. എതിർത്ത് പുറത്ത് വെച്ചാല് നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ വന്നിട്ട് ഒരു മാസത്തേക്കുള്ള സൈൻ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യും. ഞായറാഴ്ചയും കൂടി പെടും ചിലപ്പോ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ സാറേ? അതെ ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. ആ കൂട്ടത്തിൽ വരുത്താൻ പറ്റൂല. ഹലോ. ഇത് ഇലക്ട്രിസിറ്റി അല്ല, യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ശരി. യൂണിവേഴ്സിറ്റി ആണെന്നും കൂടി അറിയാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരാ വിളിക്കണത്. സാറേ, എൻ്റെ മോൻ കണക്കാ. കുട്ടികളെ വളർത്താൻ പഠിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. കണക്കായി പോവും. അങ്ങനെ തന്നെ വേണം. കണക്ക് തന്നെ വേണം. അതല്ല സാറേ, എൻ്റെ മകൻ BSc മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. പക്ഷെ ഇപ്പോൾ വന്ന സർട്ടിഫിക്കറ്റിൽ കാണിച്ചപ്പോൾ അത് BA ആണ്. BA മാത്തമാറ്റിക്സ് ആണ്. ചേട്ടാ, 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. അന്ന് ഈ BA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് BScയും BCom ഒക്കെ വന്നത്. അതുകൊണ്ട് BA തള്ളി പറയരുത്. BA തള്ളി പറയരുത്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് സാറേ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മേളിലോട്ട് പോകണം. മേളിലോട്ട് ചെല്ലണം. ഇവിടെ സ്റ്റേക്കേഴ്സ് ചെയ്ത് കയറി മേളിലോട്ട് ചെല്ലണം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ പടിഞ്ഞാറോട്ടൊരു വഴിയുണ്ട്. അവിടുന്ന് നേരെ ചെല്ലണം. അവിടുന്ന് വടക്കോട്ടൊരു വഴിയുണ്ട്. അവിടെ ചെല്ലുമ്പോ ലെഫ്റ്റ് സൈഡില് വീണ്ടും ഒരു പടിയാണ്. അവിടെ നേരെ തെക്കോട്ട് നടക്കണം. തെക്കോട്ട് നടക്കുന്നത് അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു വാതിലുണ്ട്. അവിടെ മുട്ടാനോ? അപ്പൊ തുറക്കുമ്പോ ഭൂതം വരും. ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? ചേട്ടാ, അവിടെയാണ് BSc മാത്തമാറ്റിക്സിന്റെ സെക്ഷൻ. അവിടെയാണ്. അവിടെ ചൊല്ലി. എവിടേക്ക് മുട്ടാനും തട്ടാനും പറയണം? ഞാൻ എവിടെ ചെന്ന് മുട്ടാനാണ്?